ഹലോ. അപ്പോൾ അതാ വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം ഏട്ടൻ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ പോവാൻ നേരത്തുള്ള അങ്കക്കെട്ടാണ് ഈ കാണുന്നത്. അച്ഛനും മോനും ഉമ്മ കൊടുത്തിട്ടുണ്ട്, മതിയാവണില്ല. അപ്പോൾ അതാ ഇത് ഞാൻ ഏട്ടൻ്റെ എടുത്തില്ല, പീക്കോക്ക് ഷർട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ഷർട്ടാണ് കേട്ടത്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതാണ് ആൾക്കിടാൻ കൊടുത്തത്. അപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ പിള്ളേരോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ സാധാരണ രുദ്രു വണ്ടി എടുത്തു കഴിഞ്ഞാൽ പോകേണ്ടതാണ്, വാശി പിടിക്കും, തലചിറ്റലും കരച്ചിലൊക്കെ ഉണ്ടാവും. ഇന്നെന്താണ് അവൻ ടാറ്റ കൊടുത്ത് ആൾ നോർമലായിരുന്നു. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. നമ്മളുടെ പൂരത്തിനെടുത്ത മാക്സിയാണ് കേട്ടോ, അതാണ് ഇട്ടത്. അപ്പോൾ അതാ ഇനിയിപ്പോൾ ചായപ്പരിപാടി എന്താ നോക്കണം. അപ്പോൾ ചായപ്പരിപാടി എന്താ നോക്കണം എന്നല്ല, ചായ കുടിക്കാൻ നോക്കണം. ഏട്ടൻ ചായ കുടിച്ചിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയും ഇന്നലത്തെ സാമ്പാറും ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല കോഴിമുട്ട പുഴുങ്ങിയതുണ്ട്. അതിലൊരെണ്ണം നാടനാണ് നമ്മൾ വീട്ടിലുണ്ടായത്, അത് രുദ്രുവിന് കൊടുക്കാൻ വെച്ചിരിക്കണേ. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്ക് വേഗം നിന്നു. രുദ്രുവിനൊക്കെ അതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഉറക്കിട്ടോ. അതിനുശേഷം നമ്മൾ ഈ പരിപാടിക്ക് നിന്നത്. പിന്നെ ഇതാ ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ ബാക്കിയുള്ള കറി വെക്കാൻ റെഡിയാക്കി, കറി സെറ്റായി കൊണ്ടിരിക്കുന്നു. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ നെയ്ച്ചോറിൻ്റെ പരിപാടി നടക്കും. നെയ്ച്ചോറ് അമ്മ റെഡിയാക്കാമെന്ന് പറഞ്ഞു. എന്നാലും എനിക്കതിലൊന്ന് കൈ കടത്തിയാലും സമാധാനമാവുള്ളൂ. അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം അതും മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ വെള്ളമൊഴിക്കാനുള്ള ടൈമായി തുടങ്ങി. അപ്പോൾ നമ്മളുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ നമ്മളുടെ കച്ചമ്പറിയില്ലേ, തൈരും ഇതൊക്കെ ഇട്ടിട്ടുള്ള അതും, ചിക്കൻ വറുത്തതിൻ്റെ മേലെ കുറച്ച് സബോളയും ചെറുതാരൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാൻ നേരമാകുമ്പോഴത്തേന് നമ്മൾ ഏട്ടനും എത്തി. അപ്പോൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോൾ ഞാനും രുദ്രും അമ്മയും കൂടിയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. എല്ലാ കൊല്ലം ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾക്ക് ഡ്രസ്സ് എടുത്ത് തരാറ്. ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ അമ്മ എടുത്ത് തരാറ്. അപ്പോൾ അമ്മയും ഞാനും മോനും കൂടിയിട്ട് പോകുന്നു. കുറേ ആയി ബസ്സിലൊക്കെ പോയിട്ട്. അപ്പോൾ അതാ ഇവിടെ വന്നാലും അധികം ബസ്സിന് പോകാറ് കേട്ടോ. അപ്പോൾ ഞാൻ പഴയ ഒരു ഓർമ്മ വന്നിട്ടാണ്. കാരണം അവിടെ പഠിക്കാനൊക്കെ പോകുമ്പോൾ ഇവിടെയാണ് എൻ്റെ ബസ് സ്റ്റോപ്പ്. ഇവിടെ നിന്നിട്ടാണ് ബസ്സൊക്കെ കയറി പോകുക. അപ്പോൾ ആ ഒരു ഓർമ്മ വന്നു. അപ്പോൾ പിള്ളേരനൊക്കെ ഏട്ടനെ എൻ്റെ അമ്മമ്മ ഉണ്ട്, മുത്തശ്ശീനൊക്കെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോന്നു. അപ്പോൾ അതാ ഇവിടെ എത്തിയപ്പോഴും കുറേ ഓർമ്മകൾ വന്നു. ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന സ്ഥലം ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ നമ്മൾ ജംഗ്ഷനിലുള്ള സൗന്ദര്യയിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ അമ്മയ്ക്കും കൂടി ഇഷ്ടമായതാണ് കേട്ടോ നോക്കിയെടുത്തത്. പിന്നെ എന്താ രുദ്രുവിനെ എവിടെ ചെന്നാലും ഇപ്പോൾ ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങി ഇരുത്തണമെങ്കിൽ ഫോണ് വേണം. സംഭവം ഇത് നല്ല ശീലമല്ല എനിക്കറിയാം, പക്ഷേ വേറൊരു വഴിയില്ല. കാരണം ആളവിടെ കിടന്നിട്ട് എന്താ പറയുക, നമുക്ക് ഒതുക്കാൻ പറ്റണില്ല ആളേനെ. അപ്പോൾ കുറച്ച് നേരമെങ്കിലും അങ്ങനെ ഇരിക്കട്ടെ വിചാരിച്ചിട്ട് ഫോൺ വെച്ചിരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.